ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുകയും ഈ ഈശോ ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയുടെ പ്രത്യേകതയുണ്ട്. മർക്കോസ് അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 2-ാം വാക്യം. സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവൻ്റെ വാക്ക് കേട്ട പലരും ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? ഇവന് കിട്ടിയ ജ്ഞാനം എന്ത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ഈശോ സ്വന്തം നാട്ടിലെ സ്വന്തം സിനഗോഗിലേക്ക് വരിക, ഈശോ പഠിപ്പിക്കുക, ഈശോയുടെ പല സൗഖ്യങ്ങളും. ഈശോനെ കണ്ടിട്ട് അവർ അത്ഭുതപ്പെട്ടു, ഇത്രയും ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടി? എത്ര വലിയ കാര്യങ്ങൾ ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ചങ്കോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഈശോയെക്കുറിച്ച് പറയുകയാണ്, ജ്ഞാനത്താൽ നിറഞ്ഞ വ്യക്തിയാണ്, വലിയ വലിയ കാര്യങ്ങൾ ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നു. ഈശോ ജ്ഞാനത്താൽ നിറഞ്ഞ വ്യക്തിയാണെങ്കിൽ നിന്റെ പ്രോബ്ലത്തിന് അവൻ ഉത്തരം തരത്തില്ലേ? വലിയ വലിയ കാര്യങ്ങൾ ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ പ്രശ്നം ഇവൻ പരിഹരിച്ച് തരത്തില്ലേ? നീയാ വിശ്വസിക്കേണ്ടത്. നീ ഈശോടൊപ്പം ചേർന്ന് ഈശോ നിനക്ക് ഉത്തരം തരും. ഈശോ ഉറപ്പായിട്ട് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. നീ വിശ്വസിക്കണം, നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കണം. അത് അനുഭവിക്കാൻ നിനക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് ഒന്ന് കരങ്ങൾ ചേർത്ത് പിടിക്കും. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. ഈശോയെ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെപ്പെട്ട് നട്ടം തിരിയുമ്പോൾ അതിനുള്ള ഉത്തരം മുഴുവൻ നിന്റെ കരങ്ങളിലുണ്ടെന്ന്, നിന്നിലേക്ക് ആശ്രയിക്കുമ്പോൾ എല്ലാം പരിഹരിക്കപ്പെടും എന്നൊരു ബോധ്യം ഈ വ്യക്തിക്ക് നൽകണം. ഇന്നത്തെ ദിവസത്തിന് വേണ്ടതാ എല്ലാ കൃപകളും നന്മകളും സംരക്ഷണവും ഈ വ്യക്തിക്ക്, കുടുംബത്തിന് നിന്ന് നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാ